സാമ്പത്തിക ഭദ്രതയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പോകേണ്ടുന്ന പൈസ ഇൻഷുറൻസുകാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അത് കൊടുത്ത് നമ്മളെ സംരക്ഷിക്കും. എന്നോട് രണ്ടാമത് വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ് എന്നോട് ഇതിൻ്റെ ക്ലെയിം കിട്ടുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഇൻഷുറൻസ് വേണമെന്ന് സർജറി പെട്ടെന്നൊരു കുഴഞ്ഞു വീഴുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. അതിനൊരു 5 ലക്ഷം വേണം അല്ലെങ്കിൽ 10 ലക്ഷം വേണം എന്ന് പറയും. ഒരു കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുവാനായിട്ടാണ് ഇതുവരെ നമ്മൾ ഇൻഷുറൻസിനെ ഒരു ഫിനാൻഷ്യൽ ഓപ്ഷനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അതിലുപരി ഇൻഷുറൻസിന് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രാധാന്യം, അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ സെക്യൂർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് സംശയം നമുക്കിടയിലുണ്ട്. ഇന്ന് അതിനെല്ലാത്തിനും ആ സംശയങ്ങൾക്കെല്ലാം ഒരു മറുപടിയുമായിട്ടാണ് മുത്തൂട്ട് റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കിംഗ് സർവീസിലെ ഇൻഷുറൻസ് ഹെഡായ പ്രദീപ് സർ നമ്മോടൊപ്പം ഉള്ളത്. ഹലോ സർ. വളരെയേറെ നന്ദിയുണ്ട് നിരഞ്ജന. ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങൾ എന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഒട്ടനവധി സംശയങ്ങളെന്നാണ് നിരഞ്ജന സൂചിപ്പിച്ചത്. അത്രയും അനവധി സംശയങ്ങൾ ദൂരീകരിക്കാൻ എനിക്ക് പ്രാപ്തിയുണ്ടോ എന്നുള്ളത് നമുക്ക് വരുന്ന വഴിയെ മനസ്സിലാക്കാം. എങ്കിൽ പോലും ഇങ്ങനെ നിങ്ങൾ എന്നെ നിരഞ്ജനയുടെ കമ്പനിയും എന്നെ വിളിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. നമ്മൾ ഈ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം, ഈ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നല്ല, ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് വളരെയേറെ പല രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ആദ്യം കരുതുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് എങ്ങനെ പ്രാധാന്യം ചെലുത്തുന്നു എന്നുള്ളതിലാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ഇൻഷുറൻസിന്. നാം ഇപ്പോൾ പല സന്ദർഭങ്ങളിലും പലരും ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സാമ്പത്തികം അല്ലെങ്കിൽ ഒരാളുടെ സാമ്പത്തിക ഉന്നതി അല്ലെങ്കിൽ ഒരാൾ സാമ്പത്തികമായി നേട്ടം കൈവരിച്ചു എന്ന് കരുതുന്നത് അയാളുടെ സമ്പത്തിൻ്റെ മാത്രം വാല്യൂവിൽ കണക്കിലെടുത്താണ്. എന്നാൽ ചിലർ എങ്കിലും ഇൻഷുറൻസിന് പ്രാധാന്യം കൊടുക്കാതെ ഇപ്പോൾ നിലനിന്ന് പോരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ കുറേ അധികം ആൾക്കാരെങ്കിലും പോകുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഇൻഷുറൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രയോജനങ്ങളും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇടയിലേക്ക് ഓരോ PM ജീവൻ പോലെ, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ജീവൻ ബീമ യോജന പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം തോന്നുന്നതാണ്. കാരണം മറ്റ് പ്രദേശങ്ങളെ, അതായത് ഫോറിൻ കൺട്രീസിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ന് ഇൻഷുറൻസ് വളരെ അത്യന്താപേക്ഷിത ഘടകമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത്രയും ആയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ വികാസത്തിന് വേണ്ടി IRDAയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റിതര പ്രസ്ഥാനങ്ങളും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കരുതുമ്പോൾ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇന്നിവിടെ നമുക്ക് ഷെയർ ചെയ്യാം. സർ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇൻഷുറൻസിന് വരുന്ന പ്രസക്തി സാമ്പത്തികമായിട്ട് അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇൻഷുറൻസിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാമ്പത്തികം ആയി നേട്ടം നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരാൾക്ക് ആദ്യമായി വേണ്ടുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിൽ തന്നെ ആദ്യമായി ഒരു വ്യക്തിക്ക് വേണ്ടുന്ന കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതായത് നമ്മൾ മെഡിക്ലെയിം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ രണ്ടാമതായി വേണ്ടുന്നത് നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന ലൈഫ് ഇൻഷുറൻസിൽ പെടുന്ന ടേം ലൈഫ്, അതുപോലുള്ള ലൈഫ് ഇൻഷുറൻസ്. പിന്നീട് ആണ് നമ്മുടെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഇതര ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും ഉണ്ടാവും. ഒന്നാമതായി ഞാൻ പറയാം,
ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെയാണ് സാമ്പത്തികം ആയി നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവരും മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്, ഇൻഷുറൻസ് എനിക്കെന്തിനാ, അതിൻ്റെ ആവശ്യം എന്താണ്, ഞാൻ സാമ്പത്തികമായി വളരെയേറെ ഭദ്രതയിലുള്ള ഒരാളാണ് എന്ന് പറയും. പക്ഷേ ഇൻഷുറൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ഇൻഷുറൻസിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രയോജനം വരുന്നത്. ചിലപ്പോൾ നമുക്കൊരു പനി വന്നാൽ മതി, നമ്മൾ വീട്ടുകാരൊക്കെ നമ്മുടെ പഴമക്കാരെല്ലാം പറയാൻ, ഇതെല്ലാം നിങ്ങളെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നു, അഹങ്കരിക്കുന്നു, പക്ഷേ ഒരു പനി വന്നാൽ മതി, തീരാവുന്ന കാര്യമുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് പല ഹോസ്പിറ്റലൈസേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് ആശുപത്രിയിലാവുകയാണെങ്കിൽ ആദ്യം വേണ്ടുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സർജറി, പെട്ടെന്നൊരു ഹാർട്ട് സർജറി, കാരണം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതായത് നമുക്ക് കുഴഞ്ഞു വീഴുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ നല്ല ആരോഗ്യവാനായി നടക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ പറയുന്നു, അതിനൊരു 5 ലക്ഷം വേണം അല്ലെങ്കിൽ 10 ലക്ഷം വേണം എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ, അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ സഹായിക്കും. അങ്ങനെ ആണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വേണ്ടത്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോൾ പോലും എടുക്കേണ്ടുന്നതിൻ്റെ ആവശ്യം ഇതാണ്, നമുക്ക് എപ്പോഴാണോ ഇത് നമുക്ക് ഉപകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആദ്യമായി അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയിൽ നമ്മുടെ കയ്യിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് പോകേണ്ടുന്ന പൈസ ഇൻഷുറൻസുകാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അത് കൊടുത്ത് നമ്മളെ സംരക്ഷിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് ഇൻഷുറൻസ് വേണം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൽ ടേം ഇൻഷുറൻസ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു പ്രീമിയം അടയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് വിപണിയിലെല്ലാം സുലഭമാണ്. ഒരു വ്യക്തിക്ക് 40 മുതൽ 50 രൂപ വരെ കൊടുത്താൽ മതി, നമുക്ക് 1 കോടിയിൽ വരെ കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കവറേജ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്? എന്തെങ്കിലും നമ്മളിപ്പോൾ പല രീതിയിലും സാമ്പത്തികമായി നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രതയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും എല്ലാവരും ഇന്ന് ഹോം ലോൺ എടുക്കാറുണ്ട്. അവരുടെ വീട് വയ്ക്കുന്നതിന് ഹോം ലോൺ എടുക്കുന്നു. അതോടൊപ്പം മറ്റ് ലോണുകൾ, നമ്മൾ വെഹിക്കിൾ ലോൺ എടുക്കുന്നു. പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ബാധ്യതകളും എല്ലാം ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷൻ ഫീസ്, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ വളരെ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നമ്മൾ നയിച്ചു പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് വന്നിട്ട് നമ്മൾ ഇല്ലാതെ ആകുന്നൊരവസ്ഥ. ഞാൻ നേരിട്ട് മറ്റു കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുകയല്ല, പക്ഷേ എൻ്റെ ഈ പറഞ്ഞ നിരഞ്ജന നേരത്തെ പറഞ്ഞ ഒരു 20 വർഷക്കാലത്തെ ഇൻഷുറൻസ് മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്. പല ഘട്ടങ്ങളിലും എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും വേണ്ട എന്ന് പറഞ്ഞിരുന്നവർക്കും പിന്നീട് അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇൻഷുറൻസ് മാറുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് വന്ന സന്തോഷാശ്രവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഈ പല ഘട്ടങ്ങളിലും ഇൻഷുറൻസ് നമുക്ക് രക്ഷയായി വരുന്ന അവസരത്തിലാണ് നമ്മുടെ സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടാകുന്നത്. കാരണം നാളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബാധ്യതകളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഈ ടേം ഉണ്ടെങ്കിൽ 1 കോടിക്കകത്ത് ഉള്ള നമുക്ക് നമ്മളില്ലാതെ വരുമ്പോൾ നമ്മളുടെ ആബ്സെൻസിൽ കിട്ടുന്ന ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വളരെ നല്ല രീതിയിൽ അവരുടെ ഒരു ശരാശരി കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ലേ? അങ്ങനെയാണ് നമ്മുടെ ഇൻഷുറൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായി നമ്മളെ സഹായിക്കുന്നതും അതിന് പ്രസക്തി എന്ന് പറയുന്നതും അതാണ്. സാറ് പറഞ്ഞല്ലോ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും ഇൻഡിവിജ്വലി അല്ലെങ്കിൽ പോലും, ഇപ്പം ഇൻഡിവിജ്വലി മാത്രമല്ല നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മൾ ബിസിനസ്സുകാർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കൺസെപ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കി കാണുമ്പോൾ പോലും ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു ഗ്യാപ്പ്? അതെങ്ങനെയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക? ഈ ഇൻഷുറൻസ് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഉം. ബിസിനസ് വളരെയേറെ പുഷ്ടിപ്പെട്ട് വളരെയേറെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഗവൺമെൻറ്റിൻ്റെ ചില നിബന്ധനകളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് റണ്ണിങ് കണ്ടീഷനിൽ പോകണമെങ്കിൽ, ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ ചില ഇൻഷുറൻസുകൾ നിർബന്ധമായി വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ചില വ്യക്തികൾ, അതെ. അതായത് സമൂഹത്തിൽ വളരെയേറെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികൾ, അവർ ഇൻഷുറൻസിനെ വേണ്ട എന്ന് കരുതി ആ നിബന്ധനകൾ മാത്രം അതിനുവേണ്ടി മാത്രം ഇൻഷുറൻസ് ചെയ്ത് പോകുന്നു. കാരണം ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ചില ചെറിയ ചെറിയ ഇൻഷുറൻസുകളൊക്കെ ചെയ്യുന്നു. അതായത് ഞാൻ ഉദാഹരണം പറയാം. ഒരു 50 കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ അവിടെ ഒരു ഫയറിൻ്റെ പോളിസി എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചെയ്യുന്നത് ചിലപ്പോൾ 5 കോടിയുടെ ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ 5 കോടിയോ 50 കോടിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അതെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 50 എന്തെങ്കിലും സംഭവിക്കാതെ ഇരുന്നാൽ വളരെയേറെ സന്തോഷം. പക്ഷേ എന്തെങ്കിലും അതിനകത്ത് ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഇവൻറ്റ് സംഭവിച്ചു, ഫയറോ എന്തെങ്കിലും കമ്പനി കമ്പനികളാണ്, പലതും സംഭവിക്കാം. കമ്പനി അല്ലെങ്കിൽ പോലും വളരെയേറെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസിഡൻസ് സംഭവിക്കാറുണ്ട്, ആക്സിഡൻറ്റ് സംഭവിക്കാറുണ്ട്, ഫയറും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഫയർ വന്നാൽ ഇതെല്ലാം കത്തി നശിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ 50 കോടിക്ക് പകരം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന 5 കോടി ആണെങ്കിൽ 5 കോടി മാത്രമല്ലേ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാനുള്ള ബാധ്യതയുള്ളൂ. അപ്പോൾ അത് കൊടുക്കുകയും സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറയപ്പെടുന്ന കമ്പനിയുടെ പ്രൊമോട്ടർക്ക് ഈ 50 കോടി അല്ലെങ്കിൽ ബാക്കി 45 കോടി എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയപ്പെടുന്ന ബിസിനസ്സിൻ്റെ നടത്തുന്ന ഓണേഴ്സ് അവരുടെ ഹാർഡ് ആൻഡ് മണിയാണിതെന്ന് കരുതി ഇതിന് വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരും മനസ്സിലാക്കുന്നത് എനിക്ക് പൈസയുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. പിന്നെ ചിലരാണെങ്കിൽ വരട്ടെ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന സമയം, ഈ മാറ്റിവെക്കുന്ന സമയവും ആ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ വളരെയേറെ നല്ലത്. സർ, ഒരു വ്യക്തിയുടെ ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേജിലാണ് അവർ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കേണ്ടത്? നല്ല ചോദ്യം, പ്രാധാന്യമുള്ള ചോദ്യം. പക്ഷേ ഈ ചോദ്യത്തിന് ആക്ച്വലി എൻ്റെ ഒരു മറുപടി ആണെങ്കിൽ അതിന് പ്രസക്തിയില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് വീഴുന്ന ആ അവസ്ഥയിൽ തന്നെ ഇൻഷുർ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ ആ കുഞ്ഞിന് ഇന്ന് എൻ്റെ അറിവിലുണ്ട് ഗിഫ്റ്റായി കൊടുക്കുന്നത് ഇൻഷുറൻസ് പോളിസീസാണ്. അതായത് മുതിർന്ന പേരക്കുട്ടിക്ക് തൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ കൊടുക്കുന്നത് ഇൻഷുറൻസ് പോളിസി എടുത്ത് മകനോ മകൾക്കോ ഏൽപ്പിക്കുകയാണ് പതിവ്. പിന്നെ ഈ പറയുന്ന എങ്കിൽ പോലും ഇത് നമുക്ക് ഏത് സമയത്ത് എടുക്കണം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി മാരേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കുടുംബം സ്റ്റാർട്ട് ചെയ്യാണ്. കുടുംബം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്പൗസിന് ഇൻഷുറൻസ് എടുക്കണം. അതോടൊപ്പം പിന്നീട് പിൽക്കാലത്ത് കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കണം. ഇതിന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. എനിക്ക് നേരിട്ട് ഓർമ്മയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. കാരണം എപ്പോൾ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതല്ല, ചിലർ ബോധപൂർവം ഈ ഇൻഷുറൻസിനെ മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ നേരിട്ടൊരു ഏകദേശം ഒരു 16 വർഷത്തിന് മുന്നേ ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 വർഷത്തിന് മുന്നേ. അന്ന് ഞാൻ ടാറ്റയിൽ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ്. അതിനു മുന്നേ ടാറ്റ AIG ആയിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ താഴെയുള്ള ജൂനിയറായിട്ടുള്ള താഴെ വർക്ക് ചെയ്യുന്ന മാനേജറുടെ കൂടെ ഒരു ജോയിൻ കോളിന് വേണ്ടിയിട്ട്, അയാളുടെ ബിസിനസ് ജോയിൻ കോളിന് വേണ്ടിയിട്ട് പോയതാണ്. പോയപ്പോൾ
അവരെ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ കുട്ടി എനിക്ക് തോന്നുന്നു ടീച്ചറോ മറ്റോ ആണ്. അദ്ദേഹത്തിന് കുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ അന്ന് നാട്ടിലുണ്ട്. അപ്പം പെൺകുട്ടിയുടെ അച്ഛനും റിട്ടയർഡ് അധ്യാപകനാണ്. ഞാൻ അപ്രോച്ച് ചെയ്ത സമയത്ത്, എൻ്റെ മാനേജർ അപ്രോച്ച് ചെയ്ത സമയത്ത്, അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അന്ന് സ്ഥലത്തുണ്ട്. ഗൾഫിൽ നിന്ന് അയാൾ വന്ന സമയമാണ്. അപ്പം അവർ ഏകദേശം ഒരു വർഷമോ മറ്റോ ആയിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ലീവിന് മറ്റോ വന്നതാണ്. അപ്പോൾ ഈ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് രണ്ടുപേരുടെയും പേരിൽ ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് എൻ്റെ മാനേജർ പോകുന്നത്. അപ്പോൾ വലിയ പ്രീമിയം ഒന്നും ഇല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ നിരഞ്ജനയ്ക്ക് മറുപടി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓരോ കാര്യങ്ങളായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് വേണ്ട, വൈഫിൻ്റെ പേര് ചെയ്താൽ മതി, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈഫിന് എന്താ ആരോഗ്യക്കുറവ് വല്ലതും ഉണ്ടോ? അതല്ല, എന്തായാലും എൻ്റെ മാനേജറുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം വന്നതല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാതെ മടക്കി വിടാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ, എൻ്റെ വൈഫിൻ്റെ പേരിൽ ഇൻഷുറൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു. അതിൻ്റെ പിന്നീട് ഗോൾ കഴിഞ്ഞാണല്ലോ, നമുക്കതിനെക്കുറിച്ച് പിന്നെ ധാരണകളൊന്നുമില്ല. ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു. അപ്പോഴാണ് എൻ്റെ മാനേജർ എന്നോട് പറയുന്നത്, നമ്മൾ ഇൻഷുറൻസ് ചെയ്യാൻ സാറും കൂടെ വന്നതാണ്, ഓർമ്മയുണ്ടോ? കൊല്ലത്തൊരു കുണ്ട്ര ഭാഗത്താണ്. അപ്പോൾ ആ വ്യക്തി മരിച്ചുപോയി, മരണപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? ആരോഗ്യമായിട്ടിരിക്കുന്ന ആ ഒരു ഏജാണ്, ഏകദേശം ഒരു 26 വയസ്സ്, 25 വയസ്സേ ഉള്ളൂ ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ഡെലിവറി ടൈമിലാണ് സംഭവിച്ചത്. പിന്നീട് ഞാൻ ഭർത്താവിനെ കാണുകയോ ഒക്കെ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഭർത്താവ് എന്നോട് വന്നു, പോളിസി ക്ലെയിം പ്രോസസ്സിലായപ്പോൾ എന്നോട് വന്ന് സംസാരിച്ചത് ഇതാണ്: വളരെ സന്തോഷവതിയായി ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്ത്. വളരെ സന്തോഷവതിയായി ലേബർ റൂമിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്നാണ്, സിസേറിയനായിരുന്നു. അപ്പോൾ എന്തോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡൗൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഫെസിലിറ്റീസ് കൂടുതലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് ICU ആംബുലൻസ് വന്നാണ് കൊണ്ടുപോയത്. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് കാണാൻ പോലും പറ്റിയില്ല, ഓർമ്മയില്ലാതെ കിടക്കുന്നൊരവസ്ഥയാണ്. കഴുത്തിൻ്റെ ഈ ഭാഗത്തുള്ള മെയിൻ വെയിനിൽ കട്ട് ചെയ്തിട്ട് IV ചെയ്യുന്ന ഒരു ലെവലിലേക്കൊക്കെയാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അമ്മയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും ആ ഭർത്താവ് എന്നോട് രണ്ടാമത് വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ്. എന്നോട് ഇതിൻ്റെ ക്ലെയിം കിട്ടുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഇൻഷുറൻസ് വേണമെന്ന് എന്നോട് ശഠിച്ചൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയമാണ് എന്ന് ഉള്ളൊരു കാര്യമില്ല ഇതിന്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻഷുറൻസ് ചെയ്യാം. അത് ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ്.